അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പഴയൊരു വീടാണ്, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആസ്പെറ്റോസ് ഇട്ടൊരു വീടാണ്. ഇവിടെ കാട്ടുപന്നി ഉണ്ടോ? അതെ അല്ലേ. ഒന്നും കിട്ടുകയല്ല. ആൾക്കാരും കുറവല്ലേ ഇവിടെ? ആൾക്കാർ ഇറങ്ങിപ്പോയി തോന്നുന്നു അല്ലേ? വെള്ളത്തിനൊക്കെ ക്ഷാമമുണ്ടോ ഇവിടെ? നേരത്തെ ഉണ്ടായിരിക്കും അല്ലേ? നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നു. കറണ്ട് ഉണ്ടോ ഇപ്പൊ ഇവിടെ? ഉണ്ടല്ലേ. ലൈൻ വന്നേക്കുന്നതാണോ? പക്ഷെ വീടൊന്നും കാണുന്നില്ല. കുറെ വീടൊക്കെ പോയി കിടക്കുന്നതായിട്ട് കാണുന്നു. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ വെള്ളിയവറ്റ പഞ്ചായത്തിന്റെയും കൊടുത്തൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുതിയാമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ലൈവ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കാഞ്ഞാറിയിൽ നിന്ന് ഞരളമ്പുഴ കൂടി വെള്ളിയവറ്റ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഈ നെല്ലിക്കാമലയുള്ളത്. അപ്പോൾ നമ്മൾ കാഞ്ഞാറിയിൽ നിന്ന് 2 കിലോമീറ്റർ നമ്മൾ ഞരളമ്പുഴ വഴി വന്ന് വെള്ളിയവറ്റം പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നസ്രത്ത് മൗണ്ട് കുരിശുമുടി നെല്ലിക്കാമല, ഈ വഴിക്കാണ് നമ്മൾ നമ്മുടെ മുതിയാമലയ്ക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആർച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ നെല്ലിക്കാമല ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. നല്ല കയറ്റവും അതുപോലെ തന്നെ വളവും തിരിവുള്ള വഴികളാണ് നമ്മൾ നെല്ലിക്കാമലയ്ക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്ത അങ്ങനെ ഒരു വഴിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ മുതിയാമലയ്ക്ക് കയറി വരുന്ന വഴിക്ക് കണ്ടാൽ മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ് ഇത്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള കാഴ്ച. നമ്മുടെ കൃഷിയുടെ കാഴ്ചകൾ കണ്ടോ, നമ്മുടെ എന്നാ പറയുക, നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ ഉള്ള കണ്ടങ്ങൾ, കവുങ്ങുംതോട്ടം, റബ്ബർ തോട്ടം, കുറേ വീടുകളൊക്കെയുള്ള അടിപൊളി കാഴ്ചയായിട്ട് ഇവിടെ. അവിടെയായിട്ട് നമുക്ക് വെള്ളിയാമറ്റം പള്ളിയൊക്കെ കാണാവേ. കാണുന്ന നമ്മുടെ തുമ്പിച്ചി മലയാണ്. അപ്പുറത്തേക്ക് കുളമാവ്, പൊട്ടംപൊടി ഭാഗങ്ങളാണ് അത് ഈ കാണുന്നത്. അപ്പോൾ ഇതേ നമ്മളിവിടെ കണ്ടാണ് പഞ്ഞിമരം ഉണ്ടോ, ഇതിനകത്ത് കായായിട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ മനോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം നമ്മളങ്ങനെ വലിയൊരു കുത്തുകയറ്റം കയറുക കേട്ടോ. കുത്തുകയറ്റമാണെങ്കിൽ നല്ല അടിപൊളി സീനറിയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞതും ഉണങ്ങിയതുമായ മരങ്ങളുടെ കാഴ്ചകളും അതുപോലെ ആകാശത്തിൻ്റെ നീലിമ എല്ലാം കൂടെ മനോഹരമായൊരു ഫ്രെയിമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ആൾതാമസമില്ലാത്ത വീടൊക്കെ കാണാവേ. അങ്ങനെ നമ്മൾ കുത്തുകയറ്റം കയറി നമ്മളങ്ങനെ നെല്ലിക്കാമല കുരിശുമലയിൽ എത്തിയിട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നെല്ലിക്കാമലയിലെ കുരിശുമല. അപ്പോൾ നോയമ്പൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ പള്ളിയൊക്കെ മനോഹരമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത മാസം ആകുമ്പോഴേക്കും ഈസ്റ്ററൊക്കെ അല്ലേ വരാൻ പോകണേ, ദുഃഖവെള്ളിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പള്ളിയൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പള്ളിയെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടാവുണ്ട്. ആധികാരികമായിട്ട് ഈ പള്ളിയെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ, പള്ളിയിലെ കാഴ്ചകൾ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ കാഞ്ഞാറ്, കൊടയത്തൂർ പ്രദേശങ്ങൾ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് വെള്ളിയാമറ്റം പ്രദേശങ്ങൾ, വെള്ളിയാമറ്റം, ഇളന്തേശം, വെട്ടിമറ്റം തുടങ്ങിയ പ്രദേശങ്ങളുടെ കാഴ്ചകൾ. ഇത് അവിടെ നെൽപ്പാടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് കാണാവേ. നെല്ലിക്കാമല എന്നുള്ള കാഞ്ഞാറ്, കൊടയത്തൂർ പ്രദേശങ്ങളിലെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ മലങ്കര ജലാശയമൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കൊടയത്തൂർ പള്ളി, കൊടയത്തൂർ പാലം, കോളപ്ര പാലം, അതുപോലെ മുട്ടം തുടങ്ങിയ പ്രദേശങ്ങൾ കാണാവേ. അപ്പോൾ ഈ വഴിക്കാണ് നമ്മളിത് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഈ അങ്ങോട്ട് ഓഫ് റോഡാണ്. ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് വഴിയുടെ കാര്യങ്ങൾ മറ്റൊന്നും അറിയത്തില്ല. അപ്പോൾ അതേ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഭാഗം പോലെ നമുക്ക് കാണാം. ഇവിടെ വീടാന്ന് തോന്നുന്നു കേട്ടോ. 1, 2, 3 വീട് നമുക്ക് കാണാം. ഇവിടെ ആൾത്താമസം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 4 വീലർ ജീപ്പൊക്കെ കയറി പോകുന്ന വഴിയാണ്. ഇത് തേക്കും തോട്ടം വന്നതല്ലേ? തെക്കും തോട്ടം. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ കാഞ്ഞാറ്, കൊടയത്തൂർ പ്രദേശങ്ങൾ, മറു സൈഡ് വെട്ടിമറ്റം, കലയന്താനി. ഇത് ശരിക്കും അതിർവരമ്പായിരിക്കും അല്ലേ? അതിർവരമ്പാ. അതിരായിട്ടൊരു വെള്ളിയാമറ്റം പഞ്ചായത്തിനെയും അതുപോലെ നമ്മുടെ കൊടയത്തൂർ പഞ്ചായത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന അവിടെ ഒരു വലിയ ഫാക്ടറി, ഒരു പ്ലൈവുഡ് ഫാക്ടറി എന്ന് തോന്നുന്നു. വെട്ടിമറ്റത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്ലൈവുഡ് ഫാക്ടറി അതേ കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കിയ ഒരു പഴയൊരു വീട് നമുക്ക് കാണാം. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയായിരിക്കും. ഈ ഗതാഗത സൗകര്യവും അതുപോലെ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ വീടൊക്കെ ഉപേക്ഷിച്ച് പോകാൻ കാരണം അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പഴയൊരു വീടാണ്, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആസ്പെറ്റോസ് ഇട്ടൊരു വീടാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ധാരാളം നെല്ലി മരങ്ങളുണ്ട്. കണ്ടോ നെല്ലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നെല്ലിക്കാമല എന്ന് പേര് വരാൻ കാരണം. ഇത് വളർന്നു വരുന്നത് നമ്മുടെ ഈ നമ്മൾ കടയിൽ കൊണ്ട് വലിയ നെല്ലിക്കയല്ല, ചെറിയ നെല്ലിക്കയില്ലേ, നല്ല കയ്പുള്ള നാടൻ നെല്ലിക്ക. അതെ അതെ, ആ നെല്ലിക്ക ഉള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നെല്ലി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നെല്ലിക്കാമല എന്ന് പേര് വരാൻ കാരണം. മൊത്തം കരിഞ്ഞുണങ്ങിയ ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ വേറൊരു പാറ കയറി കേട്ടോ. ചീവീടിൻ്റെ ഒക്കെ ശബ്ദമൊക്കെ കേട്ട് നമ്മളങ്ങനെ
മുതിയാമലയെ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. നല്ല കത്തിക്കാളുന്ന ചൂട് അല്ലേ. അപ്പോൾ നമ്മളൊരു മല കയറി. ദിലീപ് ബ്രോ ഇവിടെ കമ്പി ലൈനൊക്കെ പോയിട്ടുണ്ടല്ലോ. കറണ്ട് കമ്പിയുണ്ട് ഇവിടെ. KCB ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചോണ്ടിരുന്ന. ഇപ്പൊ അങ്ങനെ താമസിക്കുന്നില്ലെന്നല്ല. നമ്മൾ വന്നിട്ട് ഒരു മനുഷ്യരെ പോലെ നമുക്ക് കാണാൻ പറ്റും. വഴിയിലൊന്നും ആരെയും കണ്ടില്ല. പൈപ്പ് കൊടുക്കണം. പൈപ്പ് ചിലപ്പോ അങ്ങോട്ടേക്കായിരിക്കും ഈ ലൈൻ വലിച്ചേക്കുന്നത്. അല്ല ജീപ്പൊക്കെ കയറി ഇറങ്ങി വരും കേട്ടോ. ജീപ്പ് ഇറങ്ങി വരും. 4-വീലർ ജീപ്പ് ഇറങ്ങി വരും. ഇവിടെ ഒരു വ്യൂ ഉണ്ടല്ലോ. നല്ല കിടിലൻ വ്യൂ അല്ലേ. ശരിക്കും കാഞ്ഞാറൊക്കെ വരുന്നവർക്ക് കാണാൻ പറ്റിയ കിടിലൻ സ്ഥലമാണ്. ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ആട്ടോ. കാട്ടുതീ പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം കത്തിക്കഴിഞ്ഞ് കിടക്കാം. അതെ ഇവിടെ തീയൊക്കെ പിടിച്ചതിന്റെ ഒരു തീയേറി പിടിച്ചിട്ടുണ്ട്. കാഴ്ച നമുക്ക് കാണാം. പക്ഷെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ആ. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ, അപാര വ്യൂ ആ. കൊടയത്തൂരിന്റെ. അതെ അതെ. അത് നമ്മുടെ ഇലവിടപ്പുഞ്ചിറക്കാരും ഹൈറ്റ് കുറവല്ലേ ഇതിന്. പക്ഷെ ദേമലയുടെ വരുമ്പോ ഏകദേശം ആവും. മുതിയാമലയുടെ ടോപ്പിൽ കയറുമ്പോ ഏകദേശം ഒപ്പാവും. ഒരുപാട് മാവുകളുണ്ട്. മാങ്ങയൊക്കെ ഉണ്ടായിരിക്കുന്ന മാവുകൾ ഒരുപാടുണ്ട്. കൂടുതലും നമ്മുടെ മൂവാണ്ടൻ ടൈപ്പ് മാങ്ങയാന്ന് തോന്നുന്നു. ഇടുക്കിയിലുള്ള പ്രത്യേകത എന്താ അറിയോ? ഓരോ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാലും മാങ്ങ, പേര, ചക്ക, ചാമ്പ, ഈ സാധനങ്ങൾക്കൊന്നും ഇതുണ്ടോ, ഈ സാധനങ്ങൾക്കൊന്നും ഒരു പഞ്ഞൂല. അതെ അതെ. നമ്മൾ ഒരിക്കലും വിശന്ന് കിടക്കില്ല. ഇഷ്ടം പോലെ മൂവാണ്ടനല്ലേ. പ്ലാവുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു തീർന്നില്ല. ആ കിടക്കുന്ന എല്ലാത്തിനും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു 10,000-2,000 രൂപയുടെ സാധനം കിടപ്പുണ്ടാവട്ടെ. 4 ചക്ക കിടപ്പുണ്ട്. ഒരു ചക്കയ്ക്ക് കിലോയ്ക്ക് 50 രൂപയ്ക്കാണ് ഇവിടെ വഴി കൊടുക്കുന്നത്. നമ്മളിവിടെ ഇഷ്ടം പോലെ വണ്ടി വന്ന് ഈ പിക്കപ്പയിലൊക്കെ വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. പിക്കപ്പ് അത് ഇടിഞ്ചക്ക എടുത്തോണ്ട് പോകും. പക്ഷെ അല്ലാതെ ഈ നല്ല മൂത്തയൊക്കെ ഇല്ലേ, മൂത്തയൊക്കെ വഴിയിലിട്ട് ബഡ്ഡിയൊക്ക, അത് കുഞ്ഞിയൊക്കെ ആയിരിക്കും. അത് കിലോയ്ക്ക് 50 രൂപ വെച്ച് കൊടുക്കണം. അതിന്റെ വലിയ ചക്കയാണെങ്കിൽ കിലോ 60 രൂപ 70 രൂപ ആവും. ഒരു വലിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറഞ്ഞ ഒരു 10-12 കിലോ ആണ്. കശുമാവ് നമ്മുടെ അല്ലേ, ഒരു കാലത്ത് നമ്മുടെയൊക്കെ പോക്കറ്റ് മണിക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. സത്യം. 90s കിഡ്സിനും 80s കിഡ്സിനൊക്കെ പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു സാധനമാണ് കശുവണ്ടി. അപ്പൊ നമ്മള് നെല്ലിക്കാമലയിൽ ആ മല ഇറങ്ങി നമ്മളിനി മുതിയാമല കയറാൻ പോവാ. ഇവിടെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഈസ്റ്റർ ലില്ലി ഉണ്ടാക്കുന്ന കാണാതെ ഉണ്ടോ. എന്റെ പേരെന്നാ? ഈസ്റ്റർ ലില്ലി. ഈസ്റ്റർ ലില്ലിയോ? ഉണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെയാ. അതെ, നമ്മളതിനെ നെല്ലിക്കാമലയിൽ നിന്ന് മുതിയാമലയോട്ട് പോകുന്ന വഴിക്ക് ഒരു റബ്ബർ തോട്ടത്തിലെത്തി കേട്ടോ. ഈ റബ്ബർ തോട്ടം കടന്നു വേണം നമുക്കിനി മുതിയാമലയിലേക്ക് കയറാനായിട്ട്. ആ ഇറക്കം ഇറങ്ങിയിട്ട് അടുത്ത വടാറ് കയറ്റം, അടുത്തൊരു കയറ്റം വാങ്ങി. ഇവിടെ എല്ലാം നെല്ലിപ്പുണ്ടല്ലേ. നെല്ലിയോ പുളിയോ. നെല്ലിയാണ് ഏറ്റവും ഇതുണ്ടല്ലേ നിൽക്കുന്ന നെല്ലിയല്ലേ. അതെ, നെല്ലിമരങ്ങളാണ് ഇവിടെ കൂടുതൽ. ഒരു മരത്തിന്റെ പേര് കാരണം ഒരു നാടിന് പേരുണ്ടായ കഥയല്ലേ. കൊടയത്തൂർ ഭാഗത്തു നിന്ന് കയറി വന്ന് കൈപ്പേന്ന് കയറി വരുന്ന ഒരു നടപ്പുവഴിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുത്തുകല്ലൊക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇത് ഷോർട്ട് കട്ടായിരിക്കും. അപ്പോൾ അതായത് നമ്മളിവിടെ വന്നപ്പോൾ നമ്മളൊരു ചേട്ടനെ കണ്ടു കേട്ടോ, തങ്കച്ചൻ ചേട്ടൻ. തങ്കച്ചൻ ചേട്ടൻ നമ്മുടെ മുതിയാമലയെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. ഇവിടെ ഈ മുള്ളശല്യം ആയതുകൊണ്ടേ. കാട്ടുപന്നി ഉണ്ടോ? കാട്ടുപന്നിയില്ല, മുള്ളം ഭയങ്കര ശല്യം. അതെ അല്ലേ. മുള്ളമ്പന്നി കാരണം ഇവിടെ അല്ലാതെ ഒന്നും കിട്ടുകയല്ല സ്ഥലം. ആൾക്കാരും കുറവല്ലേ ഇവിടെ. ആൾക്കാർ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു അല്ലേ. വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടോ ഇവിടെ? വെള്ളപ്പൊക്കം ഇപ്പോഴും ഉണ്ടല്ലോ. നേരത്തെ ഉണ്ടായിരിക്കും അല്ലേ. നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നു. കറണ്ട് ഉണ്ടോ ഇപ്പൊ ഇവിടെ? ഉണ്ടല്ലേ. ലൈൻ വന്നേക്കുന്നതാണോ? പക്ഷെ വീടൊന്നും കാണുന്നില്ല. ഇവിടെ വീടൊക്കെ പോയി കിടക്കുന്ന കാണുന്നു. ഈ മുള്ളന്റെ ശല്യം കാരണം അല്ലേ. പക്ഷെ നല്ല കാഴ്ച. അതെ അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ വൈറ്റാല് കുറവായിരിക്കും. ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ വഴിയില്ലാത്തോണ്ട് നിങ്ങൾ ഇങ്ങനെ പോയാൽ ആയുധങ്ങൾ നിലവിലാണ്. അതിനൊക്കെ പോകണമെന്നുണ്ടെങ്കിലേ ഈ വഴിച്ചാലങ്ങ് വരെ ഉണ്ട്. നിങ്ങൾ അത് പോയാൽ നേരെ ഒരു ഗുഹം പോയാൽ മതി. പോയി നോക്കാല്ലേ. പോയ നല്ല സീനറി. പൊളിഞ്ഞൊരു സീമസോഴി ഉണ്ട്. ഇവിടുന്ന് ഒരു 100 മീറ്റർ നല്ല റോഡ് ഇതുപോലെ റോഡുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് റോഡുണ്ട്. പക്ഷെ എല്ലാം ഈ കാട് കയറി ആളില്ലാത്തോണ്ടേ എന്നാ നല്ല അങ്ങോട്ടേ കാഴ്ച മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മൊത്തം പ്രദേശം മുഴുവൻ കാണാം. പരിസരം ഉണ്ടെങ്കിൽ നല്ല. അതല്ലേ. പക്ഷേ നമ്മളിത് വന്നപ്പോഴേ വലിയൊരു പാറ കാണാലോ. പാറ, അതിന്റെ മുകളിൽ വേറൊരു പാറ ഇരിപ്പുണ്ട്. ഇതാണോ കല്ലുമ്മേക്കല്ലെന്ന് പറയുന്നത്? ആയിരിക്കും. ഇതാണോ ശരിക്കും കല്ലുമ്മേക്കല്ലെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ.
ആ കല്ലിരിക്കുന്നുണ്ടോ? അന്തരീക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന കല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെയും റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ. ആ റബ്ബർ താഴേന്ന് കണ്ട ആ റബ്ബർ തോട്ടം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ വഴി അങ്ങ് തീരുമെന്ന് പറയുന്നത്. ഇനി പിന്നെ നടപ്പുവഴി മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് വഴിയൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ മുതിയാമലയിൽ പൈപ്പ് ലൈൻ പോയേക്കുന്നുണ്ടോ? പൈപ്പ് ലൈൻ ഉണ്ട്. അതെന്നാ സംഭവം? നേരത്തെ ആയിരിക്കും ചിലപ്പം ആൾക്കാർ താമസിച്ചിരുന്ന സമയത്ത് വല്ലതും ആയുക. ഇപ്പം അങ്ങനെ ആരും ഇല്ലെന്നല്ലേ പറയുന്നത്? ആരുമില്ല. മുള്ളംപന്നി ശല്യവും അല്ലേ? അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ആൾക്കാർ ഈ മലയിൽ നിന്നൊക്കെ കുടിയൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ എത്ര സ്ഥലത്ത് പോയല്ലേ? എവിടെ ചെന്നാലും പല സ്ഥലത്തും വീടുകളിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ പള്ളിയാന്ന് തോന്നുന്നല്ലേ? കുരിശൊക്കെ കാണാം കേട്ടോ. സീമസഭക്കാരുടെ ഒരു പള്ളിയാണിത്. പക്ഷെ അതിൽ ഇപ്പം പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വാതിലെല്ലാം തുറന്ന് കിടക്കുന്നത് കേട്ടോ. അങ്ങോട്ട് ആൾക്കാർ വരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം വരുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇവിടെ കാണുന്നില്ല. ഇവിടെ എല്ലാം പള്ള പിടിച്ച് കിടക്കുക. ഈ മല കയറി ആദ്യം വരാൻ ഇത്രയും പള്ളിയിലോട്ട്. അതെ അതെ. ഇത് നമ്മളെ പള്ളിയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. ഈ പള്ളയൊക്കെ വാങ്ങി വേണ്ടിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. ഇതിന് പണി പൂർത്തിയാകാത്താണോ ഇതെന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. ഉണ്ടോ ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അൽത്താര പോലെയൊക്കെ ഉണ്ട്. ഈ ഒത്തിരി നാളായിട്ട് ഇവിടെ ആരാധനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ പള്ളിമുറ്റത്ത് നമുക്കൊരു മാവ് കാണാം. തൊട്ടടുത്തായിട്ട് ചെറിയൊരു പ്ലാവേൽ ഇതേ 2 ചക്കയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 100 മീറ്റർ ഇടയ്ക്ക് ഒരു 3 മാവേൽ കാണും അല്ലേ? അതെ, 3 മാവും 5-6 പ്ലാവും കാണാം. പള്ളിയൊക്കെ ഉണ്ടതിന് ശേഷം നമ്മൾ ഇതേ വീണ്ടും റോഡിലോട്ട് കയറി കാണട്ടെ. ഇവിടെ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വണ്ടി വരുന്നതിന്റെ ചാല. അശാനെ മടുത്തോ? എന്താവനോ ഇവിടെ കുരിശ് കാണാം. കുരിശ് തോന്നുന്നു അല്ലേ? മുതിയാമലയിലെ കുരിശുപാറ. അപ്പൊ നമ്മൾ മുതിയാമലയിലെ വലിയൊരു പാറയുടെ മുകളിലാണ്. ഈ പാറ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊടയത്തൂർ, കാഞ്ഞാറ് പ്രദേശങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അച്ഛനെ താഴ്ന്ന റോഡ് കയറി വരുന്നുണ്ട്. ഈ വഴിക്കാണല്ലോ. വഴിയുണ്ടോ? ആ. അപ്പൊ ഇതിലൂടെ വന്നിട്ടല്ലേ ഈ പാറയ്ക്കൂടെ കയറിയാണ് അപ്പുറത്തേക്ക് പോകണം അല്ലേ? അപ്പൊ സമ്മതിക്കണം കേട്ടോ. പാറയിലെ ഹുക്കൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതെന്തിനാവോ? ഇവിടെ ഹുക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വലിയ പാറയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഇതേ നമ്മുടെ മുമ്പിൽ മറ്റൊരു വലിയ പാറ കേട്ടോ. വലിയ പാറയാണോ? വലിയ പാറയാണോ? ഇത് വലിയൊരു പാറയാ. ഒരു യമണ്ടം പാറ കേട്ടോ. നോക്കിയേ പാറയുടെ ഷേപ്പൊക്കെ നോക്കിയേ. ഒരു കപ്പലിന്റെ ഒരു ഫ്രണ്ട് വശം പോലെയല്ലേ? ഇവിടെ വന്നപ്പോഴേക്കും കാലാവസ്ഥ മൊത്തത്തിൽ ചേഞ്ച് ആയില്ലേ? നല്ല തണുപ്പായില്ലേ? ആ, ഇവിടെ മൊത്തം മരങ്ങളാട്ടോ. നമ്മൾ ഇത്രയും നേരം കയറി വന്നത് കരിഞ്ഞ വെയില്. ഇപ്പൊ നല്ല തണുപ്പ്. മുഴുവൻ കരിയിലയല്ലേ? മൊത്തം കരിയിലയാണ്. അച്ഛനത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു പഴയ മൺകട്ടുള്ളൊരു വീട് കാണാമല്ലോ. അയ്യോ, ഇവിടെ താമസക്കാരില്ലടാ. ഇല്ല, മലയിലൊന്നും ആളില്ലെന്നല്ലേ പറഞ്ഞേട്ടെ. നശിച്ച് കിടക്കുന്ന ഒരു വീടാന്ന് തോന്നുന്നു. വഴി മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. ഉണ്ടോ? ഇതാണ് ഇപ്പൊ റോഡ്. അതെ, ഇവിടെ കൊണ്ട് തീർന്നല്ലേ? ഇങ്ങനെ നടപ്പുകയേ ഉള്ളൂ. ഇനി നടപ്പുകയേ ഉള്ളൂ. എങ്ങനെയാകും, എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. റിസ്ക് പിടിച്ച പരിപാടിയാണ്. നടപ്പ് ചാലുണ്ട്. മറ്റൊരു വലിയ പാറ കയറി കേട്ടോ. ഇവിടെയും വ്യൂ പോയിന്റ് ആണോ? ഇതായിരിക്കും മിക്കവാറും മെയിൻ പാറ. യെസ്. 2 കിലോമീറ്റർ നടന്ന് മടുത്തില്ലേ? 2 അല്ല, ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. അതല്ലേ? അടാറ് വെയില്, അടാറ് കയറ്റം. നല്ല സുഖം കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കുണ്ടല്ലോ വേറെ വൈബാ. വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ വന്നെ. ഇപ്പൊ ഒരു വെയിലത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ താഴത്തെ ഫുള്ളുമാണ്. അങ്ങ് തൊടുപുഴ, മൂവാറ്റുപുഴ വരെ കാണാൻ തോന്നുന്നല്ലേ? അതെ, തൊടുപുഴ. അതേ കാണാൻ തൊടുപുഴ ഭാവം. താഴെ നല്ല മനോഹരമായ കാഴ്ചകൾ അല്ലേ? ഇതേ വയനക്കാവ് പാലം. റംബൂട്ടാൻ തോട്ടമൊക്കെ അതേ കാണുന്നത്. ഇത് വയനക്കാവ് പാലം. അത് ഇതേ വയനക്കാവ് പാലം. എവിടെയായിരുന്നു നമ്മുടെ പള്ളിച്ചട്ടമ്പിയുടെ ലൊക്കേഷനൊക്കെ? ഇത് കോളപ്ര. ഇതേ കോളപ്ര പാലം. ഇത് അഞ്ചിരി ആനക്കയം ഭാഗം. ഇത് ആനക്കയം അല്ലേ? ഇത് ആനക്കയം പാലം. അത് ഇതാണ് മറ്റേ ആടിനകത്ത് ഇടിച്ചിട്ട് താഴെ ഇട്ട പാലം. ആടിലെ പാലം. അത് ആട് 2 പാലം. ആട് 3 ഒക്കെ ഇവിടെ എടുത്തേട്ടോ. ഈ നമ്മുടെ കൊടയത്തൂർ, കാഞ്ഞാർ പ്രദേശങ്ങളിൽ. ഇതേ കാണുന്നതാണ് ഇവിടുത്തെ കുരിശുമല കേട്ടോ. മുതിയാമലയിലെ കുരിശുമല.
നമ്മൾ വേറൊരു കുരിശുമല കണ്ടായിരുന്നു വന്ന വഴിക്ക്. പക്ഷേ ഇത് മെയിൻ കുരിശുമല. എനിക്ക് തോന്നുന്നു കൊടത്തൂർ പള്ളിയുടെ കുരിശുമലയാണോ എന്നൊരു സംശയമുണ്ട്. അവിടെ ഒരു കുരിശ് കാണാം. കയറി ഇറങ്ങി പോകുന്നത് ഒരു ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അപ്പുറത്തെ വഴിക്ക് അങ്ങോട്ട് വന്ന് ആ മല കയറാന്ന് എനിക്ക് തോന്നുന്നു. ആ പാറ കയറാൻ തോന്നുന്നു. അപ്പറേ വഴിയാ. പക്ഷെ അതിലേം വഴിയില്ല. ഇങ്ങനെ നമ്മള് ഓരോ പറമ്പിക്കൂടെയൊക്കെ കയറി വരണം. ഇതാ ശരിക്കുള്ള വഴി എന്നാ. ഇതിന്റെ നടപ്പുവഴിയുണ്ട് കാര്യം പറഞ്ഞത്. പക്ഷേ ഒരു തെറ്റല്ല. നമുക്ക് അങ്ങോട്ട് പോകാനേ ഒരു മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. വഴിയൊക്കെ ആക്കി ആൾക്കാർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ മൂന്നാറൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരും. നല്ല കിടിലൻ സ്ഥലമാണ് കാര്യം പറഞ്ഞു. പിന്നെ വ്യൂ അല്ലേ നമ്മൾ ഈ ഇലവിഴ പൂഞ്ചിറന്നൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാം. ഏകദേശം ഇലവിഴ പൂഞ്ചിറയുടെ പകുതി മുക്കാലും പൊക്കമായി. പക്ഷെ നമുക്ക് അത് അതിനേക്കാൾ ക്ലോസ് ആയിട്ട് നമുക്ക് സ്ഥലങ്ങൾ കാണാം. ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. കാഞ്ഞാർ തൊട്ട് ഏകദേശം തൊടുപുഴ വരെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. തൊടുപുഴയ്ക്ക് അപ്പുറവും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മുതിയാമലയിലെ മനോഹരമായ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിക്കാമല വന്ന് നെല്ലിക്കാമല കുരിശുമലയിലെ കാഴ്ചകൾ കണ്ടു. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം നമ്മൾ നടന്ന് അവിടെ വരുന്ന വഴിയിലെ കുറേ കാഴ്ചകൾ കണ്ടു. അതുപോലെ ഇപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് നല്ല സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു കേട്ടോ. നല്ല നമ്മുടെ മലങ്കര ജലാശയത്തിൻ്റെ കാഴ്ചകളും കൊടയത്തൂർ, കാഞ്ഞാർ, കോളപ്പുറം തുടങ്ങി തൊടുപുഴയിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.